എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്ട് ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. അവിടെ അവിടെ കുത്തുന്ന ചിരിച്ചാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ നിന്ന് ചിരിച്ചിന ഫോട്ടം കിട്ടിയ കുട്ടികൾ ഇങ്ങനെ ദ്വാരക്കും ഇങ്ങനെ ചിരിച്ച് ആമീൻ പറഞ്ഞ ഫോട്ടോ കാണാം. അപ്പൊ എനിക്ക് കുട്ടിയുടെ വിഷയം തന്നെ അതാണ്. തിയേറ്ററിൽ പോയതാണല്ലോ തങ്ങളെ ആ ചിരിച്ചത്. എനിക്ക് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നമ്മുടെ കേരളത്തിലെ ഓരോ മാസവും നിരവധി സിനിമകൾ റിലീസ് ആവലുണ്ട്. പക്ഷെ ആ സിനിമകൾക്കൊന്നുമില്ലാത്ത വളരെ വലിയൊരു രീതിയിൽ മുസ്ലിം പെൺകുട്ടികളും താത്തമാരും ഉമ്മമാരും വളരെ ആവേശത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. വാഴ 2 എന്ന് പറയുന്നൊരു സിനിമ. ആ സിനിമക്ക് വേണ്ടിയിട്ട് ഇതുവരെ സിനിമക്ക് പോകാത്ത ആളുകളടക്കം വാശി പിടിക്കുകയാണ്. ഇക്കുമ്മ വാഴ 2 കാണാൻ പോകണം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇതിൻ്റെ റീൽ ഇട്ടിട്ട് അതിൽ ദ്വാർക്കുക, അതായത് സിനിമ ടാക്കീസിൽ ഇരുന്നിട്ട് സിനിമയിൽ ഒരു മൊയിലേര് ദ്വാർക്കുമ്പോൾ ആമയും പറയണത് തിയേറ്ററിൽ ഇരുന്ന് ആമയും പറയുന്ന രീതിയിൽ രംഗങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വന്നപ്പോൾ ഓരോ പെൺകുട്ടികളും ഓരോ ചെക്കന്മാരും ചെന്ന് പറയണത് എന്താണ്, ഉമ്മ നമുക്ക് വാഴ 2 കാണാൻ പോയത്. എന്താണ് ഈ സിനിമക്കൊരു വലിയ പ്രത്യേകത? ഹാഷിർ എന്നുള്ള റീൽസ് താരമാണ് അത്ര ഈ സിനിമയിലെ ഒരു നായകൻ. ഹാഷിറും അലനും വിനായകനൊക്കെ അടങ്ങുന്ന അവരൊരു ടീം. ഈ റീൽസിൽ ഞാൻ അവരെ ഹാഷിറിനൊക്കെ കാണലുണ്ട്. അപ്പോൾ ഇവർ നായകന്മാരായ ഒരു സിനിമയാണ് വാഴ 2. ഞാൻ ഇപ്പോൾ അടുത്തൊരു മൊയിലേരൊരു വയത് കേട്ടു, എനിക്ക് ഭയങ്കര രസം തോന്നി. എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്ട് ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. അവിടെ അവിടെ കുത്തുന്ന ചിരിച്ചാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ നിന്ന് ചിരിച്ചിന ഫോട്ടം കിട്ടിയോ? പോയമ്മ കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? വാഴ. അത് ചോദിക്കാം, അതൊന്നും പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചാൽ എനിക്ക് മറ്റന്നാളൊരു ക്ലാസ്സിന് ആവശ്യമുണ്ടത്. വാഴ നിങ്ങൾ കേട്ടോ? പറയാൻ കേട്ടോ? ഞാൻ കേട്ടില്ല, എനിക്ക് ഒരാൾ വിട്ടെന്നാണ്. കുട്ടികൾ ഇങ്ങനെ ദ്വാരക്കും ഇങ്ങനെ ചിരിച്ച് ആമീൻ പറഞ്ഞ ഫോട്ടോ കാണാം. അപ്പൊ എനിക്ക് കുട്ടിയുടെ വിഷയം തന്നെ അതാണ്. തിയേറ്ററിൽ പോയതാണല്ലോ തങ്ങളെ ആ ചിരിച്ചത്. എനിക്ക് വിട്ടെന്നാ പറയണം. പണ്ടൊക്കെ തിയേറ്ററിൽ പോകാറുണ്ട് സ്വകാര്യമായിട്ടും മറച്ചു വെച്ചോണ്ടും അങ്ങനെ. ഇപ്പൊ ആഘോഷിക്കണ്ട, ഫോട്ടോ വിടാണല്ലോ ആമീൻ പറഞ്ഞാൽ ചിരിച്ചാണ്ട്. ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കാണ് സിനിമ തിയേറ്ററിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരം അല്ലേ, കുറച്ച് ഭയങ്കര ഞെട്ടിക്കണ സംഭവമായിട്ട് എനിക്കൊരു നാടും വിട്ടെന്നാണ് ആ പോസ്റ്റ്. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, ആ മാഷാ അല്ലാ എന്നുള്ള ബോർഡൊക്കെ ഉള്ള സ്റ്റിക്കറൊക്കെ ഉള്ള കാറൊക്കെ വിട്ടുണ്ടായി അത് തോന്നിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ പിന്നെ നീയത്തൊക്കെ കണക്കിനേക്കാറ്. പക്ഷെ ഞമ്മക്ക് മുമ്പിനിങ്ങൾക്ക് ₹1 അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാൻ യാതൊരു വകുപ്പില്ല. അത് കോടിയാണെങ്കിലും ലക്ഷമാണെങ്കിലും ₹1 ആണെങ്കിലും അറിയാം നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാനുള്ള ഒരു വകുപ്പ് ഒരു മൂമിനില്ല. കൂലി കിട്ടാതെക്കൂല. നീയത്ത് വെച്ചാൽ അങ്ങനത്തെ മൂവിന് എന്താൻ പറ്റുള്ളൂ, ചെലവഴിക്കാൻ പറ്റും. ഈ ഉസ്താദ് പറയുന്നതിൽ വലിയൊരു ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ടൊക്കെ സിനിമ കാണുന്ന 2 തരത്തിലാണ്. ഒന്ന്, സിനിമ ഒരു മോശമാണ് അല്ലെങ്കിൽ അത്ര ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന രീതിയിൽ പേഴ്സണലി കാണാൻ പോകുന്ന ആളുകൾ. ഇന്നത് മാറി. ഇന്ന് അതൊരു ആഘോഷമായിട്ടൊരു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി കാണാൻ പോകുന്ന രീതിയിൽ ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചു. ആ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞ കുറെ ചിരിച്ചു ആ ഉമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ. ആ ഉമ്മയുടെ മക്കള്, മൂത്ത ആള് +2 പഠിക്കുന്ന ഒരു കുട്ടി, രണ്ടാമത്തെ ഒരാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഈ 2 കുട്ടികളാണ് ഈ ഉമ്മാക്കുള്ളത്. ഈ ഉമ്മ ഇവരെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ആ മക്കളെ പൊന്നുപോലെ വളർത്തുകയാണ്. മാമന്മാരാണ് ആ കുടുംബത്തിനെ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത്. എന്നാലും ആ ഉമ്മക്കൊരു ജോലിയൊക്കെ ഉണ്ട്. ആ ഉമ്മ അങ്ങനെ സിനിമക്കൊന്നും പോകുന്നൊരു ഉമ്മ അല്ല. കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഭർത്താവിനോടൊപ്പം 1-2 സിനിമകളൊക്കെ ഇവർ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരു കൾച്ചറൊന്നും ആ ഉമ്മാക്കോ മക്കൾക്കൊന്നും ഇല്ല. വല്ലപ്പോഴും മൊബൈലൊക്കെ OTT-യിലൊക്കെ റിലീസായി കഴിഞ്ഞാലും ഒരു സിനിമ ഒക്കെ ഒന്ന് കണ്ടെങ്കിലായി, അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ്ബുക്കിലോ റീൽസ് മറ്റേ യൂട്യൂബിലൊക്കെ ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ വരില്ല, കോമഡിയൊക്കെ ഇങ്ങനെ കാണും. പക്ഷേ ഇവരുടെ മക്കൾ പറയണ ഞങ്ങൾക്ക് വാഴ 2 കാണാൻ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു, വാഴ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി ഒരു വാഴ കാണിച്ചു കൊടുത്തു. അല്ലമ്മ ഞങ്ങൾക്ക് വാഴ 2 ആണ് കാണണം. അപ്പോൾ 2 വാഴ കാണിച്ചു കൊടുത്തത്. ഇതൊന്നും ഉമ്മക്ക് മനസ്സിലായി അങ്ങനത്തെ സിനിമയാണ് മക്കൾ ഉദ്ദേശിക്കണം എന്നുള്ള ഒരു നിലക്കും ഈ ഉമ്മാനെ മക്കൾ വിടുന്നില്ല. അവർക്ക് വാഴ 2 കണ്ടെന്നെ പറ്റുള്ളൂ. അപ്പോൾ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു കഥ പറയുന്ന സിനിമയാണ് അത്ര ഈ വാഴ. പ്രണയം, സ്കൂൾ കാലഘട്ടങ്ങളിലെ അടിപിടി, അപ്പോൾ എല്ലാവിധ ജനറേഷനെയും ആകർഷിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ അതിൽ അഭിനയിച്ച ആളുകൾ റീൽസിലെ സൂപ്പർ സ്റ്റാറുകളായ ഹാഷിറാണ്. അപ്പോൾ ഹാഷിർ ഏതോ തിരുവനന്തപുരം വടകരയിലുള്ള ഒരുത്തനാണ്. എൻ്റെ ഉമ്മക്ക് കാസർഗോഡേക്ക് ജോലി കിട്ടിയപ്പോൾ അവനെ വല്യമ്മയാണ് അവനെ വളർത്തിയത് 1 വയസ്സ് മുതൽ. അപ്പോൾ വല്യമ്മാനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, വല്യമ്മ ഞാൻ അഭിനയിച്ച സിനിമ റിലീസാകാൻ പോവാണ്, വല്യമ്മ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വല്യമ്മാനോട് സലാമൊക്കെ പറഞ്ഞിട്ട് ഒരു പാവം ഒരു കുടുംബം. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറ മുഴുവനും ഇൻസ്റ്റയിൽ ജീവിക്കുന്നവരാണ്. ആ ഇൻസ്റ്റയിൽ തന്നെ ഒരാളും ഒരു ടീമൊക്കെ ഹാഷിർ പോന്റെ പിള്ളേരൊക്കെ നായകന്മാരായിട്ട് വരുമ്പോൾ പുതിയ തലമുറക്ക് ഒരു ആവേശമാണ് അത് കാണാൻ. ഇതിൻ്റെയൊക്കെ റീൽസുകൾ, സിനിമ ടാക്കീസിലെ രംഗങ്ങളും സിനിമ കാണിക്കുന്ന രംഗങ്ങളൊക്കെ ഇല്ലീഗലായിട്ട് പോലും റീൽസിലൊക്കെ ഇടുമ്പോൾ ഒരു ടീം കാണാൻ പോകുമ്പോൾ പിന്നെ അടുത്ത പറയാം, ഈ കാണാൻ പോയില്ലേ, ഞാൻ വാഴ 2 കണ്ടില്ല, എൻ്റെ ഉപ്പ സമ്മതിക്കൂല, എൻ്റെ ഉമ്മ സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ പിന്നെ ഇതൊരു സൈക്കോളജിക്കലായിട്ട് ഒരു മാസ് രീതിയിൽ കണ്ട് പോവാണ്. അതായത്
കാണാത്തവരെന്തോ ഒരു മോശക്കാരാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഇതിന് നോർമലൈസ് ചെയ്യുന്നൊരു രീതിയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറി എന്നുള്ളതാണ്. ഇത് കാണാത്തവർ മോശക്കാർ, കണ്ടവരെന്തോ ആണ്. ഇപ്പം ഇന്ന് സിനിമയോടുള്ള നമ്മുടെ ഒരു സമീപനം, പണ്ട് ടി വി ഹറാമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതുമായിട്ട് നമ്മൾ ഉസ്താദുമാർ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, അതിലൂടെ ഇൻകം നേടുന്ന ആളുകളുണ്ട്. അപ്പോൾ കാലോചിതമായിട്ട് മാറി. സിനിമയോടുള്ള, ചില സിനിമകളോടുള്ള നമ്മുടെ സമുദായത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തു, മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വ്യക്തിപരമായിട്ട് കാണുന്നതിനപ്പുറം ഒരു ഫാമിലി ആയിട്ട് എന്തോ ഒരു പാർക്കിലേക്ക് പോണ പോലെ, ഒരു പിക്നിക്കിന് പോണ പോലെ, കല്യാണത്തിന് പോണ പോലെ വളരെ ഫെസ്റ്റിവൽ മൂഡിലേക്ക് ഒരു സിനിമയും കൊണ്ട് ഒരു 1000 റുപ്യയും ചിലവാക്കി പോപ്കോണും കഴിച്ച് വരുമ്പോൾ നന്നായിട്ട് നല്ല ഡിന്നറും കഴിച്ച് വരുന്ന ഒരു കൾച്ചറിലേക്ക് മുസ്ലിം സമൂഹം വേഗത്തിൽ മാറി എന്നുള്ളത് ഒരു ഗൗരവമുള്ളൊരു സംഗതിയാണ്. ഒരു പക്ഷേ നമ്മുടെ പുറത്തുള്ള പല രീതിയിലുള്ള പല മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുടെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ പണ്ടൊരു കാലത്ത് സിനിമ മോശമാണെന്ന് സ്വയം കരുതുന്നു, സിനിമ അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, എന്നാലും വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ എൻ്റർടൈൻമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം സമയം കളയാനതൊക്കെ ആയിട്ട് കാണുന്നവരാണ്. പക്ഷെ ഫാമിലി എവിടെയൊക്കെ അടുപ്പിക്കില്ല, തിയേറ്ററിലേക്ക് അടുപ്പിക്കില്ല. അത് വല്ല മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ കണ്ടാലായി എന്ന് കരുതുന്നതിൽ നിന്ന് മാറിയിട്ട് ഇതൊന്നിച്ചിട്ട് കൊണ്ടുപോകാം എന്ന രീതിയിലേക്കുള്ള നമ്മുടെ സാമൂഹിക മാറ്റം, നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇന്നിപ്പോൾ വാഴ കാണാത്തവരും വാഴ കണ്ടവരും ഇങ്ങനെ 2 വിഭാഗമായിട്ട് ആൾക്കാരുള്ളത്. നിങ്ങളെ മക്കളൊക്കെ ചോദിച്ചു നോക്കി, എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇത് കണ്ടെന്ന് പറയണവരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കാണണമെന്ന് ചോദിച്ചു നോക്കി, ഒരു കാണണമെന്ന് പറയും. ആ രീതിയിലേക്കുള്ള ഒരു ലെവലിലേക്ക് ഒരു സാമൂഹിക അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ ദിവസം ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാനിൽ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ച പരാജയമായി ഇപ്പോൾ അതൊരു മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇറാൻ അവകാശപ്പെട്ടത് ഞങ്ങൾ ഈ ഒരു ഹോർമുസ് കടലിലേക്ക് തുറക്കാമെന്നാണ്. അമേരിക്ക പറഞ്ഞു, നിങ്ങൾ ആണവ പദ്ധതികൾ മുഴുവനും നിർത്തലാക്കിയാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കുള്ള ഉപരോധം അവസാനിപ്പിക്കൂ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ കരാറുകളൊക്കെ ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ചർച്ചയിൽ കണ്ടത്. അപ്പോൾ ഈ ചർച്ച 21 മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ച അലസിപ്പിരിഞ്ഞു. ഇനിയുള്ളൊരു സാഹചര്യം ഇത് യുദ്ധത്തിലേക്ക് പോകുമോ? കാരണം ഈ യുദ്ധത്തിൽ തുർക്കി പോലും ഇടപെടാൻ പോവാണ്. തുർക്കി പറഞ്ഞൊരു വാക്കുണ്ട്, തുർക്കിയിലെ ഭരണാധികാരി എർത്തുഗാൻ പറഞ്ഞൊരു വാക്ക്, ഇസ്രായേൽ പ്രധാനമന്ത്രി ഹിറ്റ്ലറെ പോലെയാണ്. ഹിറ്റ്ലർ എന്നുള്ള ഒരാൾക്ക് ചേരാവുന്ന എല്ലാ ക്രൂരതയും ആർക്കുണ്ട്? ഇസ്രായേലിൻ്റെ ഭരണാധികാരിക്കുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചത് നിങ്ങൾ സദ്ദാം ഹുസൈനെ പോലെയാണ് എന്നുള്ളതാണ്. തുർക്കിയുടെ ഭരണാധികാരി സദ്ദാം ഹുസൈനെ പോലെയാണ്, വേണ്ടി വന്നാൽ ഞങ്ങളും ഇതിൽ പങ്കാളിയാകുമെന്നുള്ള തുർക്കി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. തുർക്കി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ രാജ്യമാണെങ്കിലും അതിൻ്റെ നല്ലൊരു ഭാഗം ഏഷ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഗംഭീരമായ സൈനിക സന്നാഹങ്ങളുള്ള ഒരു രാജ്യമാണ് തുർക്കി. പണ്ട് തുർക്കിയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ തുർക്കി ഗംഭീരമായി പരാജയപ്പെട്ടിരുന്നു. ഇന്ന് തുർക്കി അങ്ങനെയല്ല. തുർക്കിക്ക് ഒരുപാട് ആയുധ സംഭരണ ശേഷിയുണ്ട്, സൈന്യങ്ങളും യുദ്ധസന്നാഹങ്ങളൊക്കെ ഉള്ള രാജ്യമാണ്. ഇതുകൂടി യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോകം എന്തായി പോകും? ഇനി ഇസ്രായേലും അമേരിക്കയും ഇറാനും അല്ല, ഇനി കൂട്ടത്തിൽ ആരും കൂടി ചേരുകയാണ്, തുർക്കി കൂടി ചേർന്നാൽ ഇതൊരു 3ാം ലോക യുദ്ധമായിട്ട് മാറുന്ന ഒരു കാഴ്ചയെ. അമേരിക്ക കൊടുക്കുന്നൊരു മുന്നറിയിപ്പുണ്ട്, ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവാണ്, അതിലൂടെ ഒരു രാജ്യത്തിൻ്റെ കപ്പലുകളും പോകണ്ട എന്ന് പറയും. കാരണം നിലവിൽ കപ്പൽ പോകുന്ന വഴിയിലൊക്കെ ഇറാന് കടലിൻ്റെ ഉള്ളിൽ മൈനുകൾ സ്ഥാപിച്ചിട്ട് ആ മൈനുകളൊക്കെ കടലിൻ്റെ അടിയിൽ നിന്ന് ഒഴുകിപ്പോയി. അതിപ്പോൾ ഏതു ഭാഗത്താണ് ഈ മൈനുകൾ ഉള്ളതെന്ന് ഇറാൻക്ക് തന്നെ മനസ്സിലാവണില്ല. അപ്പം അതുകൊണ്ട് ഇറാൻ പറഞ്ഞിട്ടുള്ളത് കപ്പലുകൾ സാധാരണ പാതയിലൂടെ പോകാതെ മറ്റൊരു പാത കാണിച്ചു കൊടുത്തിക്കണം, അതിലൂടെ പോയാൽ മതി. അപ്പോൾ ചില കപ്പലുകളൊക്കെ ഇന്ത്യ, ചൈന പോലെയുള്ള ഇറാനുമായിട്ട് സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകളൊക്കെ, എണ്ണ കപ്പലുകളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു പ്രതിസന്ധി, ഇനി ഒരു കപ്പലുകളെയും ഞങ്ങൾ തുറന്നു വിടില്ലെന്നും അമേരിക്ക തന്നെ അതുവഴിയുള്ള കപ്പൽ ഗതാഗതം ക്ലോസ് ചെയ്യുമെന്നും ആരെങ്കിലും അത് തടസ്സം നിന്നാൽ അതിന് ഞങ്ങൾ ആ കപ്പലുകളെ ഞങ്ങൾ തകർക്കും എന്നൊക്കെ രീതിയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിൽ അമേരിക്ക മാത്രമല്ല, ചില രാജ്യങ്ങളും ഞങ്ങളുടെ കൂടെ ചേരുമെന്നും, അത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ബ്രിട്ടനാണോ ഫ്രാൻസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ഹോർമുസ് കടലിടുക്ക് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളെ തകർത്ത് കളയുന്നു. ഇങ്ങനെ പരസ്പരം യുദ്ധവെറിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഗംഭീരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. യുദ്ധം അവരെ ഗംഭീരമായി തകർത്ത് കളഞ്ഞു. ഈ സമയത്ത് ആ ജനം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കാതിരിക്കാൻ എപ്പോഴും യുദ്ധമുണ്ടാവേണ്ടതും വെല്ലുവിളിയും ഇറാൻ്റെ ആവശ്യമാണ്. ഇസ്രായേൽ ആണെങ്കിൽ വംശഹത്യ സ്വഭാവമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് മറ്റു രാജ്യങ്ങളെ തകർക്കണമെന്നും ഓരോ യുദ്ധങ്ങളിലൂടെയും തങ്ങളുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വലുതാക്കണമെന്നാണ്. അവർക്ക് ലബനാനും ഇറാഖും ഇതൊക്കെ അടങ്ങുന്ന, ഇറാനൊക്കെ അടങ്ങുന്ന, സൗദി അടങ്ങുന്ന വലിയ രാജ്യമാക്കി മാറ്റണം എന്നാണ്. ഇതിപ്പോഴും അറബ് രാജ്യങ്ങൾക്കോ മറ്റതും മനസ്സിലാവണില്ല. അമേരിക്കക്കാണെങ്കിൽ യുദ്ധങ്ങളിലൂടെ എന്ത് ചെയ്യണം? ആയുധങ്ങൾ വിൽപ്പന നടത്തണം, തങ്ങളുടെ സാമ്രാജ്യം വലുതാക്കണം. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ആഗ്രഹമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടുന്നത് ആരായിരിക്കും? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്,
ഇങ്ങനെ ചർച്ച പരാജയപ്പെട്ടതോടെ യുദ്ധം തുടങ്ങാൻ ഇനി സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.